15-ാം രാവ്. അവൾ തുടർന്നു. കീർത്തിമാനായ രാജാവെ, മൂന്നാമത്തെ ഫക്കീർ ഗൃഹനാഥയോട് പറഞ്ഞു. സർവശക്തനായ അള്ളായെ വിളിച്ച് വികാരവിവശനായി സഹായം യാചിച്ചുകൊണ്ട് കല്ലിൽ വെട്ടിയുണ്ടാക്കിയ പടവുകളിലൂടെ മെല്ലെ ഞാൻ മുകളിലേക്ക് കയറി. ആ സമയത്ത് ദൈവം കാറ്റിനെ പിടിച്ചു നിർത്തി അന്തരീക്ഷം നിശ്ചലമാക്കിക്കൊണ്ട് എന്നെ മുകളിലേക്ക് കയറാൻ സഹായിച്ചു. മലയുടെ ശിഖരത്തിൽ എത്തുവാൻ എനിക്ക് കഴിഞ്ഞു. അവിടെ ആ ഗോപുരമല്ലാതെ വിശ്രമിക്കാൻ ഒരിടവും ഞാൻ കണ്ടില്ല. ഞാൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ജീവൻ രക്ഷപ്പെട്ടതോർത്ത് എൻ്റെ മനസ്സ് ആനന്ദത്തിൽ ആറാടുകയായിരുന്നു. കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തി മനം നൊന്തു പ്രാർത്ഥിച്ചു, എന്നെ രക്ഷിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ തന്നെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ സ്വപ്നത്തിൽ ദുരൂഹമായൊരു ശബ്ദം കേട്ടു. ഓ കാസിബിന്റെ മകനെ, നീ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ നിന്റെ കാൽ വെച്ചിരുന്ന ഭാഗം കുഴിക്കുക. അപ്പോൾ ചെമ്പ് കൊണ്ടുള്ളൊരു വില്ലും ഈയം കൊണ്ടുള്ള 3 അമ്പുകളും കണ്ടെത്തും. അതിൽ മന്ത്രശക്തിയുള്ള ഒരു തകിട് കൊത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ആ വില്ലെടുത്ത് ഗോപുരത്തിന് മുകളിൽ നിൽക്കുന്ന അശ്വാരൂഢന് നേരെ അമ്പയുക. അവന്റെ ആപത്കരമായ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് മാനവരാശിയെ സ്വതന്ത്രമാക്കുക. നിങ്ങൾ അവനെ അമ്പെയ്താൽ അവൻ കടലിലേക്ക് വീഴും. കുതിര നിന്റെ കാൽ കീഴിലും. അപ്പോൾ അതിനെ ആ വില്ല് ഉണ്ടായിരുന്ന കുഴിയിൽ മറവ് ചെയ്യുക. അപ്പോൾ സമുദ്രത്തിലെ വെള്ളം ഉയർന്ന് മലയുടെ ശിഖരം വരെ എത്തും. അപ്പോൾ ചെമ്പ് കൊണ്ടുള്ള ഒരു മനുഷ്യനെയും ഇരുത്തിക്കൊണ്ട് ഒരു വഞ്ചി അവിടെ എത്തും. അവന്റെ കയ്യിൽ ഒരു ജോഡി പങ്കായങ്ങൾ ഉണ്ടായിരിക്കും. അവൻ നിന്റെ അടുത്തെത്തുമ്പോൾ നീ ആ വഞ്ചിയിൽ കയറുക. ബിസ്മില്ല എന്നോ സർവശക്തനായ അള്ളാ എന്നോ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 10 ദിവസം അവൻ നിന്നെ കടലിലൂടെ ഇഴഞ്ഞു കൊണ്ടുപോകും. ഒടുവിൽ സുരക്ഷയുടെ ദ്വീപിൽ എത്തിക്കും. അവിടുന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു തുറമുഖത്തിൽ എത്താൻ കഴിയും. അവിടെയുള്ളവർ നിന്നെ സ്വന്തം നാട്ടിൽ എത്തിക്കും. ഇതെല്ലാം നിനക്ക് സഫലീകൃതമാകും. അതുകൊണ്ട് നീ അള്ളായുടെ നാമം ഉച്ചരിക്കരുത്. ഞാൻ അപ്പോൾ അതിയായ സന്തോഷത്തോടെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആ ദുരൂഹമായ ശബ്ദം കൽപ്പിച്ചതുപോലെ ധൃതിയിൽ ചെയ്യാൻ തുടങ്ങി. അമ്പും വില്ലും കുഴിച്ചെടുത്തു. അശ്വാരൂഢനെ അമ്പെയ്ത് കടലിൽ വീഴ്ത്തി. കുതിര എന്റെ കാൽക്കൽ നിലം പതിച്ചു. അപ്പോൾ ഞാനതിനെ എടുത്ത് ആ കുഴിയിൽ മറവ് ചെയ്തു. ഉടനെ സമുദ്രം പൊന്തി വന്ന് മലയുടെ ശിഖരം വരെ എത്തി. അധിക നേരം എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല. വഞ്ചി അതാ എന്റെ അടുത്തേക്ക് വരുന്നു. അതിൽ ഏലസ് ഇട്ട ഒരു പിച്ചള മനുഷ്യൻ ഇരിക്കുന്നുമുണ്ട്. ഒരക്ഷരമിണ്ടാതെ ഞാൻ അതിൽ കയറിയിരുന്നു. വഞ്ചിക്കാരൻ 10 ദിവസം തുടർച്ചയായി വഞ്ചി തുഴഞ്ഞിരുന്നു. വഞ്ചിക്ക് സുരക്ഷയുടെ ദ്വീപിനടുത്തെത്തി. അത് കണ്ടപ്പോൾ അളക്കാനാവാത്ത ആഹ്ലാദത്തോടെ ഞാൻ ആശ്ചര്യപ്രകടനം നടത്തി. അള്ളായുടെ നാമത്താൽ. അള്ളാഹ് മാത്രമാണ് സർവശക്തനായ ദൈവം. ഉടനെ വഞ്ചി മേൽക്കീഴായി മറിഞ്ഞു. ഞാൻ കടലിലേക്ക് എറിയപ്പെട്ടു. പിന്നെ ആ വഞ്ചി വെള്ളത്തിന്റെ അഗാധതയിലേക്ക് താഴ്ന്നു പോയി. ഞാൻ നല്ലൊരു നീന്തൽക്കാരനായതിനാൽ ദിവസം മുഴുവൻ ഞാൻ കടലിലൂടെ നീന്തി. രാത്രി ആയപ്പോൾ എൻ്റെ തോളുകളും കൈകളും മരവിച്ചുപോയി. ഞാൻ വല്ലാതെ തളർന്നു. മരിച്ചു പോകുമെന്ന് പോലും തോന്നിപ്പോയി. ഞാൻ എൻ്റെ ദൈവവിശ്വാസത്തെ പിടിച്ച് സത്യം ചെയ്തു. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹിനെ വിളിച്ചു. കടൽ അപ്പോഴും പ്രക്ഷുബ്ധമാണ്. ഭയങ്കര കൊടുങ്കാറ്റും. മല പോലെ പൊക്കമുള്ള ഒരു തിരമാല വന്ന് എന്നെ ആകാശത്തേക്ക് പൊക്കി പിടിച്ചു വലിച്ചൊരു ഏറ്. അതാ വെള്ളമില്ലാത്ത കരയ്ക്ക് ഞാൻ ചെന്ന് വീണിരിക്കുന്നു. അവന്റെ ഇച്ഛ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ പതുക്കെ പ്രയാസപ്പെട്ട് മുന്നോട്ട് നീങ്ങി. വസ്ത്രങ്ങൾ അഴിച്ച് വെയിലത്ത് ഉണങ്ങാൻ ഇട്ടു. പിന്നെ രാത്രി മുഴുവൻ കിടന്നുറങ്ങി. നേരം പുലർന്നപ്പോൾ ഞാൻ വസ്ത്രങ്ങൾ ധരിച്ച് ഏത് ദിശയിലേക്ക് നടക്കണമെന്ന് നോക്കി നിന്നു. പിന്നെ കുറച്ചു നേരം നടന്നപ്പോൾ പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ചുറ്റുപാടും കണ്ണോടിച്ചപ്പോൾ അതൊരു കൊച്ചു ദ്വീപാണെന്ന് എനിക്ക് തോന്നി. വെറും ചെറിയൊരു തുരുത്ത്, ചുറ്റും കടലാണ്. ഞാൻ അത് കണ്ട് ആത്മകഥമായി പറഞ്ഞു, എന്നെ വലിയൊരു ദുരിതത്തിൽ നിന്നും രക്ഷിച്ച് അതിനേക്കാൾ വലിയ ദുരന്തത്തിലെത്തിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ശോചാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് മരണവും പ്രതീക്ഷിച്ചിരിക്കവേ ഒരു കപ്പൽ ആ ദ്വീപിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു മരത്തിന് മുകളിൽ കയറി അതിൻ്റെ ശാഖകൾക്കിടയിൽ ഞാൻ ഒളിച്ചിരുന്നു. കടൽ തീരത്ത് കപ്പൽ നങ്കൂരമിട്ട് 10 കാപ്പിരികളായ അടിമകളെ താഴെ ഇറക്കി. തൂമ്പകളും കുട്ടകളും പിടിച്ച് അവർ ദ്വീപിന്റെ മധ്യഭാഗത്തെത്തി. ഇവിടെ അവർ അഗാധമായൊരു കുഴി ഉണ്ടാക്കി. ഒടുവിൽ ഭൂഗർഭത്തിലവർ ഒരു ലോഹ പ്ലേറ്റ് കണ്ടെത്തി. അതവർ പുറത്തെടുത്തു. അതിനിടയിൽ ഒരു രഹസ്യവാതിലാണ്. ഇത്രയും ചെയ്ത ശേഷം അവർ കപ്പലിലേക്ക് തിരിച്ചു ചെന്നു. അപ്പം, ധാന്യപ്പൊടി, തേൻ, പഴങ്ങൾ, വെണ്ണ, വെള്ളം നിറച്ച തുകൽ കുപ്പികൾ, മറ്റു വീട്ടാവശ്യമുള്ള സാധനങ്ങൾ, ഫർണിച്ചർ, കണ്ണാടികൾ, കാർപ്പറ്റ് തുടങ്ങിയ വീട് സജ്ജീകരിക്കാനുള്ള എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ടുവന്നു. അവർ പല പ്രാവശ്യം വന്നും പോയും കൊണ്ടിരുന്നു. കപ്പലിൽ നിന്ന് മുകളിൽ പറഞ്ഞവയെല്ലാം കൊണ്ടുവന്ന് രഹസ്യവാതിലൂടെ ഭൂഗർഭത്തിലേക്ക് കൊണ്ടുപോയി. കപ്പലിലെ സാമാനങ്ങളെല്ലാം ഇപ്രകാരം കടത്തിക്കൊണ്ടുവന്ന് ഭൂഗർഭത്തിൽ കൊണ്ടുവന്ന ശേഷം അടിമകൾ വീണ്ടും കപ്പലിലേക്ക് പോയി. പിന്നെ അവർ വിലപിടിച്ച വസ്ത്രങ്ങൾ പിടിച്ച് പടുകിഴവനായൊരു മനുഷ്യനെയും കൂട്ടി പുറത്തു വന്നു. ആ പഴയ വസ്ത്രം ധരിച്ച് എല്ലും തൊലിയും മാത്രമുള്ളൊരു വൃദ്ധൻ. അദ്ദേഹം അതികോമളനായൊരു യുവാവിന്റെ കയ്യിൽ പിടിച്ചാണ് നടത്തം. ഇത്രയും സുന്ദരനും ആകർഷണീയനുമായൊരു യുവാവിനെ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ആരുടെ ഹൃദയം വശീകരിക്കുന്ന സൗന്ദര്യം. അവർ എല്ലാവരും ആ രഹസ്യവാതിലൂടെ താഴേക്കിറങ്ങിപ്പോയി. പിന്നെ 1 മണിക്കൂറിലേറെ സമയം അവർ ഭൂഗർഭത്തിലായിരുന്നു. അതിനുശേഷം വൃദ്ധനും അടിമകളും പുറത്തു വന്നു. എന്നാൽ ആ യുവാവ് മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ സൂക്ഷ്മതയോടെ ആ ഇരുമ്പ് പ്ലേറ്റും വാതിൽ സ്ലാബും പഴയതുപോലെ തിരിച്ചു വെച്ച് മൂടിയ ശേഷം അവർ കപ്പലിൽ കയറിയ മടക്കയാത്ര നടത്തി. അങ്ങനെ അവർ എന്റെ കാഴ്ചയിൽ നിന്നും പോയി മറഞ്ഞു. അവർ തിരിച്ചു പോയപ്പോൾ ഞാൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് അവർ മൂടിയിട്ട ഭൂഗർഭ കവാടത്തിലെത്തി. മണ്ണ് മുഴുവൻ മാന്തിക്കളഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് രഹസ്യവാതിലിനടുത്തെത്തി. അത് മരം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അയക്കല്ലിന്റെ രൂപത്തിലായിരുന്നു. ഞാനത് പൊക്കിയെടുത്തപ്പോൾ ചുറ്റിക്കറങ്ങി പോകുന്ന കൽപ്പടവുകൾ കണ്ടു. ഞാൻ അത്ഭുത സ്തബ്ധനായിപ്പോയി. പടവുകൾ ഇറങ്ങിച്ചെന്നപ്പോൾ നല്ലൊരു ഹാൾ കണ്ടു. പലതരത്തിലുള്ള കാർപ്പറ്റുകൾ അതിൽ വിരിച്ചിരിക്കുന്നു. സിൽക്ക് കർട്ടനുകളും വിരികളും മറ്റും സുലഭം. ഒരു ഉയർന്ന കട്ടിലിൽ ഒരു യുവാവ് ഇരിക്കുന്നുണ്ട്. കയ്യിൽ ഒരു വിശറിയും പിടിച്ച് ഉരുണ്ട കാശിനിൽ ചാരിയാണ് ഇരിപ്പ്.
മുന്നിലെ വാസിൽ സൗരഭ്യം പരത്തുന്ന പൂക്കളും ഔഷധ ഗുണമുള്ള ചെടികളുമുണ്ട്. ഇത്രയും വലിയ ആ അറയിൽ അവൻ ഒറ്റയ്ക്കാണ്. എന്നെ കണ്ടപ്പോൾ അവൻ വെറുത്തു. എന്നാൽ ഞാൻ അവനെ ആദരവോടെ സലാം ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ മനസമാധാനത്തോടെ നിർഭയനായി ഇരിക്കൂ. നിനക്കൊരു ദ്രോഹവും ഉണ്ടാകില്ല. നിന്നെപ്പോലൊരു മനുഷ്യനാണ് ഞാൻ, ഒരു രാജാവിന്റെ മകൻ. നിനക്ക് കൂട്ടു നൽകാനും ഈ ഏകാന്തതയെ നിന്നെ സന്തോഷിപ്പിക്കാനുമായി വിധി കൽപ്പിതമായി വന്നുപെട്ടവൻ. എന്നാൽ ഇപ്പോൾ എന്നോട് പറയൂ, നിന്റെ കഥ എന്താണ്? ഈ ഭൂഗർഭത്തിൽ ഏകാന്തവാസം അനുഷ്ഠിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ഒരു ജിന്നിയല്ലെന്നും അവനെപ്പോലെ ഒരു മനുഷ്യനാണെന്നും ഉറപ്പായപ്പോൾ അവൻ ആഹ്ലാദിച്ചു. പഴയ നിറം അവനിൽ തിരിച്ചു വന്നു. എന്നെ അവൻ്റെ അടുത്തിരുത്തി അവൻ കഥ പറയാൻ തുടങ്ങി. ഓ എൻ്റെ സഹോദര, എൻ്റേത് വിചിത്രമായൊരു കഥയാണ്. അതിപ്രകാരമാണ്. എൻ്റെ അച്ഛൻ അതിസമ്പന്നനായൊരു രത്ന വ്യാപാരിയാണ്. അദ്ദേഹത്തിന് വേണ്ടി വ്യാപാരം നടത്തുന്ന അനേകം വെളുത്തതും കറുത്തതുമായ അടിമകൾ ഉണ്ട്. അവർ കപ്പലിലും ഒട്ടകപ്പുറത്തുമേറി യാത്ര ചെയ്തും വിദൂരദേശത്തും നഗരങ്ങളിലും ചെന്ന് കച്ചവടം നടത്തുന്നു. എന്നാൽ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. ഒരു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, തനിക്കൊരു പുത്രൻ ഉണ്ടാകുമെന്ന്. എന്നാൽ അവൻ അല്പായുസായിരിക്കും. നേരം പുലർന്നപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര സന്തോഷത്തോടെ കരഞ്ഞു. പിറ്റേന്ന് രാത്രി എൻ്റെ അമ്മ ഗർഭിണിയായി. എൻ്റെ അച്ഛൻ ആ ദിവസം കുറിച്ചു വെച്ചു. സമയമായപ്പോൾ അയൽവാസികൾക്ക് അദ്ദേഹം നല്ലൊരു സദ്യ നടത്തി. ഫക്കീറന്മാരെയും ദരിദ്രരെയും വിളിച്ച് ആഹാരം നൽകി. പിന്നെ അദ്ദേഹം ജ്യോതിശാസ്ത്രജ്ഞരെയും ജ്യോതിഷ പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി. അവർ എൻ്റെ ജാതകം എഴുതി തയ്യാറാക്കിയ ശേഷം അച്ഛനോട് പറഞ്ഞു, അങ്ങയുടെ പുത്രൻ 15 വയസ്സ് വരെ ജീവിക്കും. എന്നാൽ 15ാം വയസ്സിൽ അശുഭ സൂചന കാണുന്നു. ആ ശീതകാലം മറികടക്കാൻ കഴിഞ്ഞാൽ അവൻ ദീർഘായുഷ്മാനായിരിക്കും. അവന് മരണഭീഷണി ഉയർത്തുന്ന കാര്യം ഇതാണ്. ആപത്ത് കൊണ്ടുള്ളൊരു കുതിരപ്പുറത്ത് ആപത്കടലിൽ കാന്തമല സ്ഥിതി ചെയ്യുന്നു. അതിന്റെ ശിഖരത്തിൽ പിച്ചള കൊണ്ടുള്ള ഒരു കുതിരപ്പുറത്ത് ഒരു ലോഹത്തിലുള്ള അശ്വാരൂഢൻ ഇരിക്കുന്നുണ്ട്. അവൻ കഴുത്തിൽ ഒരു ഏലസ് അണിഞ്ഞിട്ടുണ്ട്. ഈ അശ്വാരൂഢൻ സമുദ്രത്തിലേക്ക് പതിച്ച് 50 ദിവസം കഴിയുമ്പോൾ അങ്ങയുടെ മകൻ മരിക്കും. ഈ അശ്വാരൂഢനെ അമ്പെയ്ത് വീഴ്ത്തിയ അജീബ് രാജകുമാരൻ ആയിരിക്കും അങ്ങയുടെ പുത്രന്റെ ഘാതകൻ. ഈ വാക്കുകൾ കേട്ട് എൻ്റെ അച്ഛൻ വല്ലാതെ ദുഃഖിച്ചു. എന്നാൽ എന്നെ വളരെ വാത്സല്യത്തോടെ 15ാം വയസ്സ് വരെ വളർത്തി. ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം നൽകി. 10 ദിവസം മുമ്പ് അശ്വാരൂഢൻ കടലിലേക്ക് വീണു എന്ന വാർത്ത അച്ഛന് ലഭിച്ചു. അതിനെ അമ്പെയ്ത്ത് വീഴ്ത്തിയത് കാസിബ് രാജാവിന്റെ മകൻ അജീബ് ആണെന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എന്നെ നഷ്ടപ്പെടുമോ എന്നോർത്ത് എൻ്റെ അച്ഛൻ വേദനയോടെ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ജിന്നി ബാധിച്ചതുപോലെയായി. എന്തായാലും എൻ്റെ മരണത്തെ ഓർത്ത് ഭയപ്പെട്ട് അദ്ദേഹം ഈ ഭൂഗർഭ അഭയകേന്ദ്രം നിർമ്മിച്ചു. അതിൽ ഏതാനും ദിവസങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം സംഭരിച്ചു വെച്ചു. അദ്ദേഹം ഒരു കപ്പലിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനുള്ളിൽ വിട്ടുപോയി. 10 ദിവസങ്ങൾ കടന്നുപോയി. 40 ദിവസങ്ങൾ അങ്ങനെ അപകടമൊന്നും കൂടാതെ കഴിഞ്ഞു പോയാൽ അദ്ദേഹം ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം അദ്ദേഹം ഇതൊക്കെ ചെയ്തത് അജീബ് രാജകുമാരനുള്ള ഭയം കൊണ്ട് മാത്രമാണ്. അതാണ് എൻ്റെ കഥ, ഈ ഏകാന്തവാസത്തിനുള്ള കാരണം. അവൻ്റെ കഥ കേട്ട് ഞാൻ വിസ്മയിച്ചു പോയി. ഞാൻ സ്വയം പറഞ്ഞു, ഇതെല്ലാം ചെയ്ത അജീബ് രാജകുമാരൻ ഞാനാണ്. എന്നാൽ അല്ലാഹ് എന്നോടൊപ്പം ഉള്ളതിനാൽ ഞാൻ തീർച്ചയായും അവനെ കൊല്ലില്ല. പിന്നീട് ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, നിന്നെ യാതൊരു ദോഷവും വരുത്താതെ രക്ഷിക്കട്ടെ. അല്ലാഹയെ പ്രീതിപ്പെടുത്തുക. നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും മനോവേദനയും ഉണ്ടാവില്ല. കാരണം ഞാൻ എന്നോടൊപ്പം താമസിച്ച് ഒരു വേലക്കാരനെ പോലെ നിന്നെ സേവിക്കാം. അതിനുശേഷം എൻ്റേതായ വഴിക്ക് പോയിക്കോളാം. അങ്ങനെ നിന്നോടൊപ്പം 40 ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. അവിടുന്ന് ചില മാമൂലുകളെ എന്നോടൊപ്പം എൻ്റെ നഗരത്തിലേക്ക് എൻ്റെ അംഗരക്ഷകരായി നീ അയക്കണം. ദൈവം നിനക്കതിന് പ്രതിഫലം നൽകും. ഈ വാക്കുകൾ കേട്ടപ്പോൾ അവന് വളരെ സന്തോഷമായി. അവൻ എഴുന്നേറ്റ് വലിയൊരു മെഴുകുതിരി കത്തിച്ചു. 3 വിളക്കുകളും 3 റാന്തലുകളും കത്തിച്ചു. എനിക്ക് കഴിക്കാൻ ഇറച്ചിയും പാനീയവും മധുരപലഹാരങ്ങളും മറ്റും തന്നു. രാത്രി വളരെ വൈകുന്നതുവരെ ഞങ്ങൾ തിന്നും കുടിച്ചും സംസാരിച്ച് സമയം കളഞ്ഞു. അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ അവനെ പുതപ്പിച്ചു കിടത്തി പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് വെള്ളം ചൂടാക്കി അവനെ മെല്ലെ പൊക്കി എഴുന്നേൽപ്പിച്ചു. മുഖം കഴുകുവാനായി ചൂടുവെള്ളം കൊടുത്തു. മുഖം കഴുകിയ ശേഷം അവൻ പറഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി നിനക്ക് പ്രതിഫലം തരട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കട്ടെ. ഓ യുവാവേ, അള്ളാണ്, ഞാൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഈ അജീബ് ബിൻ കാസിദിൽ നിന്ന് ജീവൻ രക്ഷിക്കപ്പെട്ടാൽ ഞാൻ എൻ്റെ അച്ഛനോട് നിനക്ക് പാരിതോഷികങ്ങൾ തന്ന് സമ്പന്നനും ആരോഗ്യവാനുമാക്കി നിന്നെ സ്വന്തം നഗരത്തിലേക്ക് അയക്കണമെന്ന് പറയും. ഞാൻ മരിച്ചാൽ എൻ്റെ അനുഗ്രഹാശ്വസുകൾ നിന്റെ മേൽ ഉണ്ടാകും. ഞാൻ മറുപടി നൽകി, നിനക്ക് നിർഭാഗ്യമുള്ള ആ ദിനം ഒരിക്കലും പുലരാതിരിക്കട്ടെ. നിനക്ക് മുമ്പ് അള്ളാഹ് എൻ്റെ ജീവൻ എടുക്കട്ടെ. പിന്നെ ഞാൻ അവന് മുന്നിൽ ഭക്ഷണം നിരത്തി. ഞങ്ങൾ അത് കഴിച്ചു. ആ ഹാളിൽ സംരംഭ്യം പരത്താനായി ഞാൻ പെർഫ്യൂം അടിച്ചു. അവൻ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ നേരം തിന്നും കുടിച്ചും സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ചെസ്സ് കളികളിൽ ഏർപ്പെട്ടു. ഇരുട്ടാകുന്നതുവരെ ഞങ്ങൾ സമയം ചെലവഴിച്ചു. പിന്നെ ഞാൻ എഴുന്നേറ്റ് വിളക്കുകൾ കത്തിച്ചു. അവന് മുന്നിൽ ഭക്ഷണം നിരത്തി. രാത്രി വളരെ വൈകുന്നതുവരെ അവനെ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. അവൻ കിടന്നപ്പോൾ ഞാൻ പുതപ്പിച്ചു കൊടുത്തു. ഞാനും കിടന്നുറങ്ങി. അങ്ങനെ നിരവധി രാവും പകലും കടന്നുപോയി. എൻ്റെ ഗൃഹനാഥേ, എൻ്റെ ഹൃദയത്തിൽ അവനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ വേരൂന്നി മനസ്സിലെ വേദനകൾ ശമിച്ചു തുടങ്ങി. ഞാൻ ആത്മഗതമായി പറഞ്ഞു, ജ്യോതിഷ പണ്ഡിതർ നുണർ പറഞ്ഞതാണ്. അവരുടെ പ്രവചന പ്രകാരം ഞാൻ അവനെ വധിക്കുമെന്നുള്ളത് തെറ്റാണ്. അള്ളാണ്, ഞാൻ അവനെ കൊല്ലില്ല. 39 ദിവസം ഞാൻ തുടർച്ചയായി അവനെ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും കഥ പറഞ്ഞു കൊടുക്കുകയും തിന്നും കുടിച്ച് ഉല്ലസിക്കുകയും ചെയ്ത് ചിലവഴിച്ചു. 40ാം ദിവസം അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, ഓ എൻ്റെ സഹോദര, അൽഹംദുലില്ലാ, എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചവനെ, ഇത് നിന്റെ അനുഗ്രഹാശിസുകൾ കൊണ്ട് മാത്രമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നിനക്ക് സ്വന്തം നാട് അവൻ തിരിച്ചു തരട്ടെ. എന്നാൽ ഇപ്പോൾ സഹോദര, കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവരിക. ദയവായി നിങ്ങൾ എന്നെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റി തരിക. സന്തോഷം ഞാൻ കുറേയധികം വെള്ളം ചൂടാക്കി കുളിമുറിയിൽ കൊണ്ടുവച്ച് അവനെ വൃത്തിയായി തേച്ച് കുളിപ്പിച്ചു. പിന്നെ വസ്ത്രം മാറ്റി ഉയർന്ന ഒരു മെത്തയിൽ വിശ്രമിക്കാനായി കിടത്തി. കുളിച്ച ശേഷം അവന് ഉറക്കം വന്നിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഒരു തണ്ണിമത്തൻ മുറിച്ച് അല്പം
പഞ്ചസാര ഇട്ട് കൊണ്ടുവരൂ. ഞാൻ ഉടനെ സ്റ്റോറിൽ പോയി നല്ലൊരു തണ്ണിമത്തൻ എടുത്തു കൊണ്ടുവന്നു. അതൊരു വലിയ തളികയിൽ അവന് മുന്നിൽ വെച്ച് ഞാൻ ചോദിച്ചു, ഹേ സഹോദര, നിന്റെ പക്കൽ കത്തിയൊന്നുമില്ലേ? ഇതാ ഇവിടെയുണ്ട്, അവൻ മറുപടി നൽകി. എൻ്റെ തലയ്ക്ക് മുകളിലെ വലിയ ഷെൽഫിൽ. അപ്പോൾ ഞാൻ ധൃതിയിൽ ചെന്ന് മുകളിലെ ഷെൽഫിൽ നിന്ന് ആ കത്തി ഉറയിൽ നിന്ന് ഊരിയെടുത്തു. എന്നാൽ താഴെ ഇറങ്ങുമ്പോൾ ഞാൻ കാൽ തെറ്റി ആ യുവാവിൻ്റെ മേൽ വീണു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കത്തി വിധി പ്രവചിച്ചതുപോലെ ആ യുവാവിൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. ആ നിമിഷം അവൻ മൃതിയഴിഞ്ഞു. അവൻ കൊല്ലപ്പെട്ടെന്നും ഞാൻ അവനെ കൊന്നതെന്നും അറിഞ്ഞപ്പോൾ ഞാൻ ഉറക്കെ നിലവിളിച്ചു. മുഖത്തടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ഞാൻ വിലപിച്ചു. സത്യമായി നമ്മൾ അള്ളാഹുടേതാണ്, അവനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകും. ഹേ മുസ്ലിമുകളെ, ഈ യുവാവിന് അപായകരമായ 40 ദിവസങ്ങളിൽ ഒന്നു മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്രകാരമായിരുന്നല്ലോ ജ്യോതിഷ പണ്ഡിതൻ പ്രവചിച്ചിരുന്നത്. മുൻവിധി അനുസരിച്ചുള്ള ഈ സുന്ദരനായ യുവാവിൻ്റെ മരണം എൻ്റെ കൈകൊണ്ടായി. ദൈവമേ, ഞാൻ തണ്ണിമത്തൻ മുറിക്കാൻ ശ്രമിക്കാതിരുന്നെങ്കിൽ. എന്തൊരു ദാരുണമായ ദൗർഭാഗ്യം. ഇഷ്ടമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇതെനിക്ക് സഹിക്കേണ്ടി വന്നല്ലോ. എന്തൊരു അത്യാഹിതം, എന്തൊരു പീഡനാനുഭവം. എൻ്റെ അള്ളാ, ഞാൻ നിന്റെ മാപ്പിനായി ഇരക്കുന്നു. അവൻ്റെ മരണത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ദൈവഹിതം എന്തായാലും നടക്കട്ടെ. നേരം പുലരാറായെന്ന് അപ്പോൾ ഷഹരാസാദ് മനസ്സിലാക്കി. അവൾക്ക് കഥ പറയാൻ അനുവദിച്ച സമയവും തീർന്നു.